ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഐബ്രോ ത്രെഡ് ചെയ്യാൻ പോയാലോ? മിന്നുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി പഴംപൊരിയും മിച്ചറും വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ന്യൂസൊക്കെ കണ്ടു. വല്ലപ്പോഴും ന്യൂസൊക്കെ കാണണ്ടേ. അങ്ങനെ മിന്നു എൻ്റെ പിരികം ത്രെഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അവൾ പിരികത്തിൻ്റെ ഓരോ ഷേപ്പും സംഭവങ്ങളൊക്കെ നോക്കി എൻ്റെ പിരികം ഡ്രാ പോലെയാണെന്നാണ് അവൾ പറയണേ. അങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണ്. ആയുധം വെച്ചുള്ള കളിയാണ്. എൻ്റെ ഐബ്രോയ്ക്ക് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് ബ്ലേഡ് വെച്ചാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അങ്ങനെ അവൾ നൈസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മിന്നുവിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ അന്ന് പോത്തുംകുട്ടികളുടെ ഒരു വീഡിയോ ഇട്ടത്. പോത്തുംകുട്ടികളൊക്കെ ഇവളാണ് കൊണ്ട് കെട്ടുന്നതും അഴിക്കുന്നതൊക്കെ. അങ്ങനെ പരിപാടി അവസാനിക്കാൻ പോകുന്നു. അവൾ ചെയ്തു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടുത്ത ആക്രമണം തുടങ്ങാൻ പോവുകയാണ് കേസ്. അങ്ങനെ ചോറ് കഴിച്ചു. ചിക്കൻ കറിയും പിന്നെ വെണ്ടയ്ക്കുപ്പേരിയും പപ്പടമായിരുന്നു. പിന്നെ ജാതിക്കച്ചാറുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിട്ടില്ല, മറന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് തുത്തുരുവിന് കൊടുക്കാൻ പോവാ. തുത്തുരു എന്ന് വെച്ചാൽ അവിടുത്തെ പട്ടിയാണ്. റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. ഭയങ്കര ശോഷിച്ച അവസ്ഥയിലായിരുന്നു. അപ്പോൾ മിന്നുവിൻ്റെ അച്ഛൻ, അതായത് വലിയച്ഛൻ വന്ന് അതിനെ കൊണ്ടുവന്നിട്ട് ഫുഡൊക്കെ കൊടുത്ത് നോക്കി. അങ്ങനെ പതിയെ ആൾ ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ. ഇതാണ് ഇരുമ്പമ്പുളി ഉണക്കിയത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത്? ഇപ്പോൾ നമ്മൾ കാണുന്നത് PSC പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ റൂമാണ്. മിന്നുവിൻ്റെ ചേട്ടൻ്റെ റൂമാണ്. ആൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് PSCയിൽ ഒന്ന് കയറാൻ വേണ്ടി. അങ്ങനെ കയറാൻ സാധിക്കട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ TV-യിൽ രാവണപ്രഭു കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പപ്സും മുറുക്കും ചായയും കുടിച്ചു. പപ്സ് ഒരു വികാരമാണല്ലേ. അങ്ങനെ ഞാൻ വീട്ടിൽ പോവുകയാണ് ഗേസ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ MES അസ്മാബി കോളേജ് വരുന്നത്. അപ്പോൾ അത്രയുള്ളൂ ഗേസ്. ടാറ്റ ബൈ ബൈ, സീ യു.